ഉത്സാഹമായി നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, സൺഡേ സ്കൂൾ ചുമതലക്കാർക്കും പ്രഭാത അഭിവാദനങ്ങൾ. അറിവ് വെളിച്ചമാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ളവർ പറയിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. നാം പഠിക്കുമ്പോൾ ഒരു വെളിച്ചമാണ് നമ്മൾ ഉദിക്കുക. അത് നമ്മുടെ പെരുമാറ്റങ്ങളെയും സ്വഭാവത്തെയും കാര്യമായി സ്വാധീനിക്കും. അത് അന്യർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആകാൻ പാടില്ല അറിവ്. അത് പുറത്തേക്ക് ഒഴുകേണ്ടതാണ്. വെളിച്ചം പോലെ അത് പുറത്തേക്ക് പകരേണ്ടതുമാണ്. മാത്രമല്ല, അറിവ് ഒരു ആനന്ദമാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് സെക്കുലർ വിദ്യാഭ്യാസത്തിലാകട്ടെ, മതപരമായ വിദ്യാഭ്യാസത്തിലാകട്ടെ, എപ്പോഴും അറിവ് സമ്പാദിക്കുന്നത് ഒരാനന്ദമാണ്, ഉള്ളിൽ ഒരു വെളിച്ചത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നീതി സൂര്യൻ എന്നാണ് വിളിക്കുക. ഈ വിശേഷണം ലഭിച്ചിട്ടുള്ളത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖി പ്രവാചകൻ്റെ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണ്. അത് നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം. മലാഖി ചാപ്റ്റർ 4 വേഴ്സ് 2. അവിടെ നീതിയിൻ സൂര്യൻ എന്നൊരു പരാമർശനമാണ്. നീതിയിൻ സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നവിടെ എഴുതിയിരിക്കുന്നു. The sun of righteousness shall dawn with healing in his wings എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം കൂടെ വായിക്കണം. ആരാണ് നീതിയുടെ സൂര്യൻ? നന്മയുടെ, സത്യത്തിൻ്റെ, വിശുദ്ധിയുടെ സൂര്യൻ. അത് നമ്മുടെ കർത്താവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള നേരത്തെയുള്ള പ്രൊഫസി ആണ് മലാഖിയുടെ നീതിയുടെ സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്ന്. തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ അവസാനത്തിൽ, അതായത് കാനോന നമസ്കാരം എന്ന് പറയുന്ന വൈദികർക്ക് പ്രത്യേകമായി അവർ തികക്കേണ്ട പ്രാർത്ഥനകളാണ് കാനോനീയ നമസ്കാരം. ഇതിൽ തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ ഒടുവിൽ ഈശ്വര നീ എന്നിൽ ഉദയം ചെയ്യണമേ എന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെ നീതിയുടെ സൂര്യൻ എന്നിൽ ഉദിച്ചാൽ ആ സൂര്യ വെളിച്ചം എൻ്റെ അകത്ത് വന്ന് നിറയുകയും അത് പുറത്തേക്ക് ഒഴുകുകയും എല്ലാം കാണേണ്ടതുപോലെ കാണാനും കാണുന്നവരെ സഹായിക്കാനും കണ്ണില്ലാത്തവർ കണ്ണായി തീരുവാനും എല്ലാം. അങ്ങ് സൂര്യനാണല്ലോ, നിത്യസൂര്യൻ, നീതി സൂര്യൻ, എന്നേക്കുമുള്ള അസ്തമിക്കാത്ത സൂര്യനാണല്ലോ. ആ സൂര്യൻ എന്നിൽ വന്ന് ഉദിക്കണമേ. ദൈവം സൃഷ്ടിച്ച സൂര്യൻ, സൺ, മൂൺ എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അത് ദൈവങ്ങളാണ്. അപ്പോൾ അത് ആയുസ്സുള്ളതാണ്. അതില്ലാതെയായിത്തീരും. സൂര്യനും ചന്ദ്രനും ഒക്കെ ഇല്ലാതായിത്തീരും. പക്ഷേ നീതിയുടെ സൂര്യനായ യേശു മിശിഹ അസ്തമിക്കാത്ത സൂര്യനാണ്. സൺ ദാറ്റ് നെവർ സെറ്റ്സ്. ദാറ്റ് ഈസ് ദ സൺ ഓഫ് റൈറ്റിയസ്നെസ്, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ, യു ആർ ദ സൺ ഓഫ് റൈറ്റിയസ്നെസ്, എന്നിൽ വന്ന് ഉദിക്കണമേ.
May your dawn happen in me, and may my inside, my heart and mind be filled with undying light, that is your light. And let that light flow outside, send its beams outside, all around. നമ്മൾ പ്രകാശം കൊണ്ട് നിറയുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും, നമ്മുടെ ഭാവനയെ സ്വാധീനിക്കും, കൂട്ടുകെട്ടുകളെ സ്വാധീനിക്കും. അപ്പോൾ നീതിസൂര്യനായ കർത്താവ് പ്രകാശം നൽകുന്നവൻ മാത്രമല്ല, സൗഖ്യം നൽകുന്നവനുമാണ്. The Son of Righteousness shall rise dawn with healing in his wings എന്നാണ് മലാഖി പ്രവാചകൻ പറയുന്നത്. അപ്പോൾ സൗഖ്യം നൽകുന്നയാളാണ് സൂര്യൻ. പ്രകാശം നൽകുന്നു, വെളിച്ചം നൽകുന്നു, ചൂട് നൽകുന്നു, സൗഖ്യം നൽകുന്നു. ഹീലിംഗ് അദ്ദേഹം നൽകുന്നതാണ്. കർത്താവ് മനുഷ്യനായി ജീവിച്ച കാലത്ത് എത്രയോ പേർക്ക് സൗഖ്യം നൽകി. അപ്പോൾ അതിൻ്റെ ഒരു സൂചന ആയിരിക്കണമല്ലോ മലാഖി പറയുന്നത്. The Son of Righteousness shall rise with healing in his wings. ആ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 മൂലം സഫർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നീതിയുടെ സൂര്യനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അങ്ങ് പ്രകാശമായി ഞങ്ങളിൽ വന്ന് നിറയണമേ, ആ പ്രകാശം ലോകം മുഴുവൻ വ്യാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നീതിയിൽ സൂര്യനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. ഒലിവായി നോക്കിയിടായതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാത്തടിയൻ്റെ കാതുകളെയും കാക്കണമേ. Oh my Lord, you keep me safe like the apple of your eye. Shelter me under your wings, temptations not come near me. On that last day, comfort me when you come in great glory. Lord, my body, mind and soul shall sing thy praise. Have mercy. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനമാകുന്ന ഓർത്തഡോക്സ് റിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ഓഫ് ദി ഈസ്റ്റ് കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനം വളരെ ഭംഗിയായും മാതൃകാപരമായും നടത്തുവരുന്നു എന്ന് അറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പണ്ഡിതശ്രേഷ്ഠനായ അഭിമന്യ ഐറീനി സിരിമേനിയുടെ ശ്രേഷ്ഠമായ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിജുവച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം അധ്യാപകരും സൺഡേ സ്കൂൾ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ ഓൺലൈൻ പഠന പ്രക്രിയ ഭദ്രാസനത്തിൽ നിന്ന് മാത്രമല്ല സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നുമായി 10,000-കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കാളികളാകുന്നു എന്നറിയുന്ന ഏറെ അഭിമാനമുണ്ട്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് കൽപ്പിക്കുന്ന യേശു തമ്പുരാൻ
കുട്ടികൾ ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് സംശയമില്ലാതെ വ്യക്തമാക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദേവാലയ ആരാധനയും പരമ്പരാഗത ശൈലിയിലുള്ള സൺഡേ സ്കൂൾ പഠനവും സാധ്യമല്ലാതെ വന്നപ്പോൾ സഭയുടെ ഭാവി കുട്ടികളിലാണെന്ന വ്യക്തമായ തിരിച്ചറിവോടെ വിവരസാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമം കാലഘട്ടം ഉയർത്തുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് സഭയുടെ ഭാവി ശോഭനമാക്കുവാനായി ഉപകരിക്കും. അറിവ് ലഭിക്കുന്ന ധാരാളം ഉപാധികൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും സൺഡേ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് തിരുവച്ചറിവിൻ്റെ ബോധ്യവൃക്ഷമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം. പാഠഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നതായ മൂല്യങ്ങൾ കേവലം അറിവായി അവശേഷിക്കാതെ അവയെ അനുഭവങ്ങളാക്കി മാറ്റിക്കൊടുക്കുവാൻ സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഇടവയ്ക്കും അതിലുപരിയായി കുടുംബത്തിനും സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പുതിയ തലമുറയ്ക്ക് വഴിവിളക്കും ദിശാബോധവുമേകുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം പോലെ സഭയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമർഹിക്കുന്ന മറ്റൊന്നുമില്ല. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്ക് ശേഷവും വിവരസാങ്കേതിക വിദ്യയുടെ ഇത്തരം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി വേണം ഭാവിയിൽ സൺഡേ സ്കൂൾ കാര്യക്ഷമമായി നടത്തുവാനെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായവുമുണ്ട്. സ്ഥലകാല പരിമിതികളെ അതിജീവിച്ച് ഏവർക്കും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസുകളുടെ ഒരു സവിശേഷത. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം യേശുവിൻ്റെ വചനം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് എ ലിവിങ് എന്ന ധാരാളം പരിശീലനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴായി നൽകുന്നുണ്ടെങ്കിലും ഹൗ ടു ലീവ് എന്ന ഉൾക്കാഴ്ച നൽകുന്നത് സൺഡേ സ്കൂൾ പ്രസ്ഥാനം മാത്രമാണ്. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഫോർ ദ വേൾഡ് എന്നത് കുട്ടികൾ ബാല്യത്തിൽ തന്നെ അഭ്യസിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും അവരുടെ ബോധ്യമായി മാറേണ്ടതുമായ അടിസ്ഥാനപരമായ സംഗതിയാണ്. സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളിൽ നിന്ന് പങ്കുവെക്കലിൻ്റെ ജീവിത വിശുദ്ധിയിലേക്ക് ഭദ്രാസനം നേതൃത്വം നൽകുന്ന ഓൺലൈൻ സൺഡേ സ്കൂൾ പഠന ക്ലാസുകൾ വിദ്യാർത്ഥികളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിന്, ഈ സംരംഭത്തിന് പ്രാർത്ഥനാപൂർവമായ എല്ലാ മംഗളങ്ങളും നന്മകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ സ്നേഹിതരെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഈ പുസ്തകത്തിലെ വിശുദ്ധ കുർബാനയും എക്യുമെനിസവും എന്നുള്ള പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എക്യുമെനിസം എന്നുള്ളത് സഭാചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലോകത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുമായി നമ്മുടെ സഭ നടത്തുന്ന ചർച്ചകളും ബന്ധങ്ങളും ഒക്കെയാണ്. അത് പരസ്പരം സഹകരിക്കുവാനും
തെറ്റിദ്ധാരണകൾ പരിഹരിക്കുവാനും ആത്യന്തികമായി എന്നെങ്കിലും വിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് വരുവാനും വേണ്ടിയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം 3 തലത്തിലുള്ള എക്യുമെനിക്കൽ ബന്ധങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ട സഭകളുമായിട്ടാണ്. അതിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ, റഷ്യ, ഗ്രീസ്, സെർബിയ, ബൾഗേറിയ, റുമേനിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഓർത്തഡോക്സ് സഭകളുമായി നമുക്ക് നല്ല ബന്ധമാണുള്ളത്. രണ്ടാമത്തേത് നാം ഉൾപ്പെടുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായുള്ള ബന്ധമാണ്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുമായും അർമേനിയൻ ഓർത്തഡോക്സ് സഭയുമായും അതുപോലെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുമായും എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുമായും ഒക്കെ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അന്ത്യോക്യൻ സിറിയൻ ഓർത്തഡോക്സ് സഭയുമായി നമുക്ക് ചില തർക്കങ്ങളുണ്ട്. അതൊക്കെയും പരിഹരിച്ചു വരികയാണ്. എക്യുമെനിക്കൽ ബന്ധങ്ങളുടെ രണ്ടാമത്തെ തലം വത്തിക്കാൻ കേന്ദ്രമായുള്ള റോമൻ കത്തോലിക്ക സഭയുമായി 1980 മുതൽ എല്ലാ വർഷവും റോമൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധികളും നമ്മുടെ സഭയിലെ പ്രതിനിധികളും ഒന്നു ചേർന്ന് ഡിസംബർ മാസം പല വേദശാസ്ത്ര വിഷയങ്ങളും ചർച്ച ചെയ്യാം. പോപ്പിന്റെ പ്രതിനിധിയായി ഒരു ആർച്ച് ബിഷപ്പ് തന്നെ റോമിൽ നിന്ന് വരാറുണ്ട്. ബലഹീനായി ഞാനും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അതിനൊരു അംഗവുമാണ്. എക്യുമെനിക്കൽ ബന്ധത്തിന്റെ മൂന്നാമത്തെ തലം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് കേന്ദ്രമാക്കിയുള്ളതാണ്. 1948 WCC സ്ഥാപിച്ചപ്പോൾ നാം അതിലെ അംഗങ്ങളായിരുന്നു. 54 ഇവാൻസ്റ്റൺ അസംബ്ലിയിൽ കുർച്ചി ബാവ സംബന്ധിച്ചു. നമ്മുടെ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി അതിന്റെ പ്രസിഡന്റായി 7 വർഷക്കാലം ഇരുന്നതാണ്. ഈ 3 അതിൽ പ്രോട്ടസ്റ്റന്റ് സഭകളും അംഗങ്ങളാണ്. ഈ 3 തലത്തിലുമുള്ള എക്യുമെനിക്കൽ ബന്ധങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ലോകത്തിലെ മിക്കവാറും എല്ലാ സഭകളുമായി നാം ബന്ധപ്പെടുന്നു. പെട്ടെന്ന് നിങ്ങളുടെ അറിവിലേക്കായി ഞാനൊരു കാര്യം സൂചിപ്പിച്ചാൽ, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും നമ്മുടെ എക്യുമെനിക്കൽ സ്റ്റേറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു കൂട്ടം കാര്യങ്ങൾ പറയാം. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഡയസിസ് ഓഫ് അമേരിക്കയുടെ മെത്രോപൊളിത്ത ആയിരിക്കുന്ന അഭിനന്ദ നിക്കോളാസ് തിരുമേനി. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ വർഷങ്ങളായി അന്തർദേശീയ തലത്തിൽ ഓർത്തഡോക്സ് തിയോളജിയനായി അറിയപ്പെടുന്നു. ലണ്ടനിലുള്ള നമ്മുടെ എലിസബത്ത് ജോയ് കൊച്ചമ്മ WCCയുടെ അടുത്ത ജനറൽ സെക്രട്ടറിമാര് ആരായിരിക്കണം എന്നുള്ള ആ പാനലിലെ 2 പേരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാള് എലിസബത്ത് ജോയ് കൊച്ചമ്മയാണ്. സെറംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ സക്രിയാസ് മാർ അപ്രേം തിരുമേനിയാണ്. കാസ ക്രിസ്ത്യൻ ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ, ഇന്ത്യയിലെ ധാരാളം കോടി രൂപകൾക്ക് ദുരിതാശ്വാസം പ്രവർത്തനങ്ങൾ നടത്തുന്ന കാസയുടെ പ്രസിഡന്റ് നമ്മുടെ അഭിവന്യ യാക്കോബ ഐറേനിയസ് തിരുമേനിയാണ്. ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് അഭിവന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റമസ് തിരുമേനിയാണ്. ഹൈദരാബാദിലുള്ള ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ്ലാമിക് സ്റ്റഡീസിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ക്രിസ്തീയ സഭകളും ഇസ്ലാമും ഒക്കെ ആയിട്ടുള്ള ഡയലോഗുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഹെൻറി മാർട്ടിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് അഭിവന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറിയായി ബലഹീനായി ഞാൻ 5 വർഷക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ അലക്സിയോസ് മാർ യൗസേലിയസ് തിരുമേനിയാണ്. ഫെഡറേറ്റഡ് ഫാക്കൽറ്റി ഫോർ റിസർച്ച് ഇൻ റിലിജിയൻ ആൻഡ് കൾച്ചർ FFRC തിയോളജിക്കൽ സ്റ്റഡീസിന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ആ സ്ഥാപനത്തില് 1980 മുതൽ കഴിഞ്ഞ 40 വർഷമായി മാർത്തോമാ സഭയുമായും CSI സഭയുമായും അതിലെ സെമിനാരികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പോഴതിന്റെ രജിസ്ട്രാർ നമ്മുടെ സെമിനാരിയിലെ ബഹുമാനപ്പെട്ട ജോസ് ജോൺ അച്ഛനാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ ബന്ധങ്ങളാണുള്ളത്. എന്നാൽ ഇവിടെയൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയമാണ് വിശുദ്ധ കുർബാന സംഭവം, അനുഭവം.
നമ്മുടെ വേദശാസ്ത്രം അനുസരിച്ച് ഇന്ന് വരെയും എല്ലാ സഭകൾക്കും വിശുദ്ധ കുർബാന കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. മറ്റു സഭകളുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മുടെ അംഗങ്ങളെ സഭ അനുവദിക്കുന്നുമില്ല. എന്താണ് ഇതിന് കാരണം? ആദ്യമേ നമുക്ക് അതൊന്ന് ചിന്തിക്കാം. പല കാരണങ്ങളുണ്ട്. ഞാൻ ആറെണ്ണം പറയാം. ഒന്ന്, നമ്മുടെ സഭ ഒരു അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭയാണ്. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ സംഭവം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ തക്സയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അന്നു മുതൽ 2000 വർഷമായി ഇടമുറിയാതെ ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളുടേത് മാത്രം ഒരു പ്രശ്നമല്ല. ഓർത്തഡോക്സ് ലോകത്തിലുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകളും ഓർത്തഡോക്സ് അല്ലാത്ത വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുകയോ അവരിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയോ ചെയ്യാറില്ല. മൂന്നാമത്തേത്, ഈ ഇന്റർ കമ്മ്യൂണിയൻ സഭകൾക്ക് ഉപരിയുള്ള ഈ കുർബാന സംബന്ധം അങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ ധാരണയിലില്ല. നാലാമതായി, പൗരോഹിത്യത്തെ സംബന്ധിച്ച് നമ്മുടെ സഭയും മറ്റു സഭകളുമായി അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള ആശയത്തിലും വിവിധങ്ങളായ ആശയങ്ങളാണ് സഭകൾക്കുള്ളത്. ആറാമതായി, ഈ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച ഒരു സഭാവിജ്ഞാനീയമാണ്, എക്ലീസിയോളജിയാണ് നമുക്കുള്ളത്. സഭ എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ, അതിൽ നമ്മോട് യോജിക്കാത്ത സഭകൾ പലതുമുണ്ട്. ഏഴാമതായി, വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കാനോനികമായി നമുക്കുള്ളത് ധാരാളം സഭകൾക്ക് ഇല്ല എന്നുള്ളതും ഒരു തടസ്സമാണ്. റോമൻ കത്തോലിക്ക സഭയെ നമുക്കെടുക്കാം. മധ്യ നൂറ്റാണ്ടുകളിൽ റോമൻ കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വലിയ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടായി. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ പഠിപ്പീര് മുതൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. മധ്യ നൂറ്റാണ്ടുകളിലാണ് അത് കൂടുതലുണ്ടായത്. രണ്ടാം വത്തിക്കാൻ സുന്നതോസിന് മുൻപ് പ്രബലമായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ആളുകൾക്ക് വിശുദ്ധ കുർബാനയിൽ വലിയ പാർട്ടിസിപ്പേഷൻ. പുരോഹിതൻ കുർബാന ചൊല്ലുന്നു, ജനങ്ങളെല്ലാം വ്യൂവേഴ്സായി അവർ ഒബ്സർവേഴ്സ് ആയിട്ട് നിന്നാലും വിശുദ്ധ കുർബാന പൂർണ്ണമാകും എന്നുള്ള ചിന്ത കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ തള്ളിക്കളയുന്ന ഒരാശയമാണ്. പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് വിശുദ്ധ കുർബാന റോമൻ കത്തോലിക്ക സഭ ചൊല്ലുന്നത് നമുക്ക് സ്വീകരിക്കാൻ ഒക്കുകയില്ല. വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകൾ ആഘോഷിക്കുമ്പോഴാണ്, അതാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും നിർണായകമായ നിമിഷം എന്ന് പഠിപ്പിക്കുന്നത് നാം തള്ളിക്കളയുന്ന ഒരാശയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുർബാനയിൽ എപ്പം വന്നില്ലേലും അപ്പവീഞ്ഞുകൾ ആഘോഷിക്കുമ്പോഴുണ്ടെങ്കിൽ അത് പൂർണ്ണമായി. നമുക്ക് അങ്ങനെയല്ല. വിശുദ്ധ കുർബാനയിൽ ആദിയോടന്തം സംബന്ധിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന കൊടുക്കാൻ ഒക്കുകയുള്ളൂ. ഒരു ലത്തീൻ ട്രഡീഷൻ അനുസരിച്ച് പുരോഹിതന്മാർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജനങ്ങളെ അഭിമുഖമായി നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു. അത് നമുക്ക് സ്വീകാര്യമല്ല. അതുപോലെ തന്നെ ഈ ജനങ്ങൾ ഇല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ഒരച്ഛന് മാത്രം, ഒരു ശുശ്രൂഷക്കാരനുമായി വിശുദ്ധ കുർബാന ചൊല്ലാം എന്നുള്ള ആശയവും നമ്മൾ തള്ളിക്കളയുന്ന ഒന്നാണ്. അപ്പൊ ഈ കത്തോലിക്ക പ്രാക്ടീസസിൽ ഇപ്പോ പല കാര്യങ്ങളും അവർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും വേദശാസ്ത്രപരമായി ഇപ്പോഴും തർക്കങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ കുർബാന തന്നെ 2 തരത്തിലുള്ള കുർബാനകളുണ്ട്, ലോ മാസ് ആൻഡ് ഹൈ മാസ്. ലോ മാസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടത്തുന്ന ഒന്നാണ്. ഹൈ മാസ് എന്ന് പറയുന്ന പാട്ടു കുർബാന. നമുക്ക് അങ്ങനെ 2 കുർബാനയില്ല, ഒറ്റ കുർബാനയുള്ളൂ. സമയം അതുകൊണ്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. വളരെ പ്രബലമായ ഒരാശയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തോമസ് അക്വിനാസിന്റെ കാലം മുതലുള്ളത് 13ാം നൂറ്റാണ്ട് മുതൽ. അപ്പവീഞ്ഞുകൾ ആശീർവദിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിന്റെ മാറ്റം തന്നെ, സബ്സ്റ്റൻസ് തന്നെ കർത്താവിന്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നു എന്നൊരു വിശ്വാസം. ട്രാൻസ്സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഓഫ് ദ സബ്സ്റ്റൻസ്. അതിനി ബ്രെഡോ വൈനോ അല്ല, അത് മാംസവും രക്തവുമാണ് എന്നൊരു പഠിപ്പീര്
കത്തോലിക്ക സഭയിൽ പ്രബലമായിരുന്നു. നമ്മൾ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. കർത്താവിന്റെ ദൃശ്യരക്തങ്ങൾ ആയി നാം സ്വീകരിക്കുന്നു. പക്ഷേ അതിന്റെ സബ്സ്റ്റൻസ്, അതിന്റെ മെറ്റീരിയൽ, അതിന് ചേഞ്ച് വരുന്നതായി നാം വിശ്വസിക്കുന്നില്ല. വിശുദ്ധ കുർബാന എല്ലാ കൂദാശകളുടെയും കേന്ദ്ര ബിന്ദുവാണ്, രഹസ്യങ്ങളുടെ കേന്ദ്രമാണ്. നമ്മൾ കൂദാശ എന്നുള്ള അർത്ഥമല്ല, വാക്കല്ല, മിസ്റ്ററി എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പുരോഹിതന് ഒരു ദിവസം ഒറ്റ കുർബാന, ഒരു ത്രോണോസിൽ ഒരു ദിവസം ഒരു കുർബാന. ഇത് നമ്മുടെ ശക്തമായ ആശയമാണ്. കത്തോലിക്ക സഭയിൽ ഒരു പട്ടക്കാരന് ഒരു ദിവസം എത്ര കുർബാന വേണമെങ്കിലും ചൊല്ലാം. ഒരു ത്രോണോസിൽ എത്ര കുർബാന ചൊല്ലുന്നതിനും അവർക്ക് തർക്കമില്ല. അപ്പൊ ഇത് കത്തോലിക്ക സഭയുമായുള്ള ബന്ധത്തിലെ പ്രത്യേകതയാണ്. പ്രോട്ടസ്റ്റന്റ് സഭകളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, പ്രോട്ടസ്റ്റന്റ് എന്നുള്ള മൂവ്മെന്റ് ഉണ്ടായത് 16-ാം നൂറ്റാണ്ടിൽ. 1516 ജർമ്മൻകാരനായ മാർട്ടിൻ ലൂഥർ, അദ്ദേഹം ഒരു അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നു. മാർട്ടിൻ ലൂഥർ കിങ് അല്ല, അത് അമേരിക്കനായ വിപ്ലവകാരി ആയിരുന്നു. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഇത് ഞാൻ പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച റിഫോർമേഷന്റെ തലവനായ മാർട്ടിൻ ലൂഥർ അന്ന് കത്തോലിക്ക സഭയിൽ നിലവിലിരുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് 97 ആരോപണങ്ങൾ ജർമ്മനിയിലെ വിറ്റൻബർഗ് കത്തീഡ്രലിന്റെ കതകിൽ പതിച്ചത് മുതലാണ് പ്രോട്ടസ്റ്റാന്റിസം ആരംഭിച്ചത്. ഇന്ന് പ്രോട്ടസ്റ്റന്റ് സഭകൾ എന്ന് പറയുന്ന ലൂഥറൻസ് ഉണ്ട് ജർമ്മനിയിൽ, റിഫോമിസ്റ്റ് ഉണ്ട് സ്വിറ്റ്സർലൻഡിൽ, ആംഗ്ലിക്കൻസ് ഇംഗ്ലണ്ടിലുണ്ട്, അമേരിക്കയിൽ മെത്തഡിസ്റ്റ്, എപ്പിസ്കോപ്പൽസ്, ബാപ്റ്റിസ്റ്റ്, പ്രെസ്ബിറ്റേറിയൻസ്, ഇതൊക്കെയാണ് പ്രോട്ടസ്റ്റന്റ് സഭകൾ. പിന്നെ 100,000 പെന്തക്കോസ്ത് സഭകളും മറ്റു സഭകളുമുണ്ട്. പ്രോട്ടസ്റ്റന്റ് സഭകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കത്തോലിക്ക സഭയെ കാണുന്നത് പോലെയോ ഒന്നും ഒരുമിച്ച് കാണാൻ ഒക്കുന്നില്ല. ഓരോ സഭയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളാണ്. ഉദാഹരണം പറഞ്ഞാൽ മാർട്ടിൻ ലൂഥർ വിശുദ്ധ കുർബാന തക്സ, അന്നത്തെ കത്തോലിക്ക സഭയുടെ തക്സ പരിഷ്കരിച്ചപ്പോ രഹസ്യ പ്രാർത്ഥനകൾ മുഴുവൻ നീക്കം ചെയ്തു. അത് നമുക്കൊരിക്കലും സ്വീകരിക്കാവുന്ന ഒന്നല്ല. നിഖ്യ വിശ്വാസ പ്രമാണത്തിന് പകരം അപ്പസ്തോലിക വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞ് ചെറിയൊരു വിശ്വാസ പ്രമാണമുണ്ട്. അതാണ് അവർ സ്വീകരിച്ചത്. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും അപ്പവിനികൾ ആഘോഷിക്കുമ്പോഴുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥന, അത് ഒരു നമ്മുടെ കുർബാനയിൽ അത് ഗാനാത്മകമായി നമ്മൾ ആലപിക്കുകയാണ്, പത്രം വായിക്കുന്ന പോലെ വായിക്കുകയല്ല. പ്രസംഗമാണ് ഏറ്റവും പ്രധാനം എന്ന് പ്രോട്ടസ്റ്റന്റ് സഭകൾ വിശ്വസിക്കുന്നു. പ്രോട്ടസ്റ്റന്റുകാർക്ക് 2 തരത്തിലുള്ള ഞായറാഴ്ച സർവീസ് ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും കുർബാന വേണം എന്നവർക്ക് നിർബന്ധമില്ല. പ്രസംഗം തന്നെ ഒരു കുർബാനയ്ക്ക് തുല്യമായി സാക്രമെന്റ് ഓഫ് ദ വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കം ഞായറാഴ്ചകൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന പ്രോട്ടസ്റ്റന്റ് സഭകളുണ്ട്. ഉദാഹരണം ജനീവ കേന്ദ്രമാക്കിയുള്ള റിഫോംഡ് ചർച്ചസ്. അവർ ആണ്ടിൽ 1-2 വട്ടമേ കുർബാന ചൊല്ലുകയുള്ളൂ, മറ്റേതെല്ലാം പ്രസംഗങ്ങളാണ്. അതുപോലെ ജനങ്ങളെ അഭിമുഖമായി നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതും നമുക്ക് സ്വീകാര്യമല്ല. വിശുദ്ധ കുർബാന രക്തരഹിതമായ ബലിയാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസം. ആ ബലി എന്നുള്ള വാക്കിനെ പ്രോട്ടസ്റ്റന്റ് സഭകള് തള്ളിക്കളയാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ മാർത്തോമ പാരമ്പര്യമുള്ള സഭകളിലേക്ക് വരാം. പല ആളുകളും, നിങ്ങൾ കുട്ടികളൊക്കെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾ മാർത്തോമ പള്ളിയിൽ പോയാൽ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് അവർ വരുമ്പോൾ നമ്മൾ കുർബാന കൊടുക്കാത്തത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മാർത്തോമ പാരമ്പര്യമുള്ള സഭകൾ ഒരു 6 സഭകളിലുണ്ട് കേരളത്തിൽ. അതിൽ തന്നെ കത്തോലിക്ക പാരമ്പര്യത്തിലുള്ള സഭകളുണ്ട്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ, അതുപോലെ ക്നാനായ കത്തോലിക്ക. ഈ 4 വിഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കത്തോലിക്ക തിയോളജി ഉള്ളവരാണ്. 1599 ഉദയംപേരൂർ സുന്നകദോസ് കഴിഞ്ഞപ്പോ ആരാധനയെ സുറിയാനി പാരമ്പര്യത്തിൽ നിന്നും ലത്തീൻ പാരമ്പര്യത്തിലേക്ക് മാറ്റി. അടുത്ത കാലത്ത് രണ്ടാം വത്തിക്കാൻ സുന്നകദോസിന് ശേഷം 1960കളിലെ രണ്ടാം വത്തിക്കാൻ സുന്നകദോസിന് ശേഷം തിരിച്ച് സുറിയാനി പാരമ്പര്യത്തിലേക്ക് വരുവാൻ സീറോ മലബാർ സഭയൊക്കെ ശ്രമിക്കുന്നുണ്ട്. സീറോ മലങ്കര സഭ കഴിഞ്ഞ നൂറ്റാണ്ടിൽ
നമ്മുടെ സഭയിൽ നിന്ന് മാറിപ്പോയ ഒരു സഭയാണല്ലോ, അവർക്കും അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. യഥാർത്ഥമായും സുറിയാനി പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സഭയും യാക്കോബ സഭയും തൊഴിയൂർ സഭയുമാണ്. കൽദായ സഭയ്ക്ക് കുറച്ച് സാമ്യങ്ങളുണ്ട്, അവര് മറ്റൊരു പാരമ്പര്യത്തിൽ നിൽക്കുന്നു. ഒരു മിക്സഡ് ട്രഡീഷനുള്ള സഭകളുണ്ട്. മാർത്തോമ സഭ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഒരു വശത്ത് സുറിയാനി പാരമ്പര്യം, മറുവശത്ത് ആംഗ്ലിക്കൻ പ്രോട്ടസ്റ്റന്റ് തിയോളജി. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ വേഷത്തിലും ഭാഷയിലും എല്ലാവരും ഒക്കെ ഒരുപോലെ ഇരിക്കുന്നു. ബിലീവേഴ്സ് ചർച്ച് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റേൺ ട്രഡീഷൻ സ്വീകരിക്കാൻ. പക്ഷെ ഒരു വേഷം കൊണ്ട് മാത്രം നമുക്ക് ഒരു സഭയെ നമ്മുടെ സഭയ്ക്ക് തുല്യമായി അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. വേദശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വേദശാസ്ത്രത്തിൽ ഒരുമയില്ലാതെ വിശുദ്ധ കുർബാന സംബന്ധം നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. തികച്ചും പ്രോട്ടസ്റ്റന്റ് ആയിട്ടുള്ള CSI ഇവാഞ്ചലിക്കൽ ചർച്ചസ് ഉണ്ട്. ഇതിലൊന്നും പെടാത്ത രക്ഷാസൈന്യം, ബ്രദറൻ ചർച്ച്, മറ്റ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഒക്കെ വേറെയുമുണ്ട്. അപ്പൊ എക്യുമെനിക്കൽ മൂവ്മെന്റിൽ നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിലും സഭകളുടെ വിശ്വാസത്തിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് അവിടെ നിന്ന് സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ വേദശാസ്ത്രപരമായ, ചരിത്രപരമായ, പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിഷയങ്ങളുണ്ട്. നമുക്കിപ്പോ ഫുൾ കമ്മ്യൂണിയൻ ഉള്ളത്, നമുക്ക് കുർബാന സംബന്ധമുള്ളത് ഓറിയന്റൽ സഭകളിലെ ഏത് സഭയുമായിട്ടും നമുക്ക് ഒരു തർക്കവുമില്ല. നിങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കാനൊക്കെ ലോകത്തിൽ വിവിധ ഭാഗത്ത് പോയാൽ ഒരു കോപ്റ്റിക് സഭയാണ്, പള്ളിയാണെങ്കിൽ അവിടെ ചെന്ന് പറയൂ, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗമാണ്, നിങ്ങൾക്ക് കുർബാന തരും, നിങ്ങൾ സ്വീകരിക്കുന്ന സഭയ്ക്ക് എതിർപ്പില്ല. ഒരു അർമീനിയൻ സഭയിൽ പോയി കുർബാന സംബന്ധത്തിന് ഒരു തടസ്സവുമില്ല. ഒരു എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു ഇടവകയിൽ പോയി നിങ്ങൾക്ക് സ്വീകരിക്കാം. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയിൽ സ്വീകരിക്കാം. സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ തീർച്ചയായും സ്വീകരിക്കാം. യാക്കോബായ പള്ളിയിൽ സ്വീകരിക്കാം. അവർ തരുന്നെങ്കിൽ നമുക്ക് ഫുൾ കമ്മ്യൂണിയൻ ആണ് ഈ സഭകളുമായി. ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, റഷ്യ, ഗ്രീസ്, സെർബിയ, റുമേനിയ, ബൾഗേറിയ. വേദശാസ്ത്രപരമായി നമുക്ക് തർക്കമൊന്നും അവരുമായിട്ടില്ല ഇപ്പോൾ. എന്നാൽ കാനോനികമായ ചില തീരുമാനങ്ങൾ അതിൽ ചില സഭകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുർബാന തരുന്നെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതിൽ വേദശാസ്ത്രപരമായ വ്യത്യാസമില്ല. പക്ഷെ കാനോനികമായ ചില കാര്യങ്ങൾ കൂടെ നടപ്പിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ വളരെ ആഗ്രഹിക്കുന്നതാണ് റോമൻ കത്തോലിക്ക സഭയും നമ്മുടെ സഭയും ഒക്കെ കുർബാന സംബന്ധം ഉണ്ടായിരിക്കണമെന്ന്. പക്ഷേ സഭയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പൗരോഹിത്യം നമ്മൾ അംഗീകരിക്കുന്നു, കൂദാശകൾ നമ്മൾ അംഗീകരിക്കുന്നു, എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ സഭ എന്താണ് എന്നുള്ള കാഴ്ചപ്പാടിനെ പറ്റി തർക്കമുള്ളത് കൊണ്ട് അതിന് അല്പസമയമെടുക്കും. പ്രോട്ടസ്റ്റന്റ് സഭകളുമായി വിശുദ്ധ കുർബാന സംബന്ധം വരണമെങ്കിൽ കുറെ കൂടെ കാലമെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾ ഈ കാര്യങ്ങൾ ലഘുവായി കാണാതെ അതിന് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. തീർച്ചയായും എക്യുമെനിസം എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ബന്ധങ്ങളുടെ ലോകമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ആ ബന്ധങ്ങൾ ബലപ്പെടുത്താനുള്ള ഒരു മാർഗമായി നമ്മൾ ഒരിക്കലും കാണുകയില്ല. എല്ലാ ബന്ധങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞ് നമ്മെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിയൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത് ഹോളി കമ്മ്യൂണിയൻ ഷെയർ ചെയ്യുന്ന സഭകളാണ്. ഹോളി കമ്മ്യൂണിയൻ ഷെയർ ചെയ്യാൻ വയ്യാത്തവരെയാണ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുർബാന സംബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. നമ്മൾ ആരെയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ബട്ട് വി ഹാവ് ടു കം ടു ദ കമ്മ്യൂണിയൻ ഇൻ ഫെയ്ത്ത് റിഗാർഡിംഗ് ദ പ്രീസ്റ്റ്ഹുഡ്, റിഗാർഡിംഗ് ദ ചർച്ച്, റിഗാർഡിംഗ് ദ ഹോളി കുർബാന. അതിലൊരു സംബന്ധം വന്നിട്ട് മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാന സംബന്ധത്തെ പറ്റി ചിന്തിക്കാനൊക്കെയുള്ളൂ. ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സഭയെ അവമാനിക്കുന്നു എന്നല്ല. മറ്റൊരു സഭയിൽപ്പെട്ട ഒരാൾ നമ്മുടെ പള്ളിയിൽ വന്ന് ഒരു കുർബാന കൊടുക്കാത്തതിന് കാരണം ആ സഭയോടുള്ള ബഹുമാനം കൊണ്ടാണ്. അവർ നമ്മുടെ വിശ്വാസത്തിലല്ല നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ കുർബാന അനുഭവിച്ച് അടുത്ത ആഴ്ച അവിടെ പോയി അനുഭവിക്കുകയും അതിന്റെ അടുത്ത ആഴ്ച ഇവിടെ വന്ന് അനുഭവിക്കുകയും, അപ്പൊ ഈ വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ വളരെ ഗൗരവമായി കാണുന്ന ഒന്നാണ്. വിവാഹത്തിലൂടെ നമ്മുടെ ഒത്തിരി പെൺകുട്ടികളെ മാർത്തോമ സഭയിൽ വിവാഹം ചെയ്ത് അയക്കാറുണ്ട്. നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അവർ തിരിച്ച് വരുമ്പോ നമ്മുടെ പള്ളിയിൽ ഒരു മാർത്തോമക്കാരിയായി ആ വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുർബാന കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സങ്കടകരമായ കാര്യമാണ്. എങ്കിലും അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എന്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ 4 സഹോദരിമാരാണ്,
3 പേരും മാർത്തോമ സഭയിലാണ്. ഞാൻ കുർബാന അനുഷ്ഠിക്കുമ്പോൾ 3 പേരും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരാറില്ല. എന്നെ ബുദ്ധിമുട്ടിൽ ആക്കാവുന്നില്ല. നമുക്ക് മറ്റാരെയും ബലം പ്രയോഗിച്ച് ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധപൂർവ്വം കുർബാന കൊടുക്കണം എന്നുള്ള താല്പര്യവും നമുക്കൊട്ടുമില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എക്യുമെനിക്കൽ ബന്ധങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയല്ല, മറിച്ച് എക്യുമെനിക്കൽ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമുള്ള അതിന്റെ ഫൈനൽ പോയിന്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ്. എന്തു പറയുന്നു? പരീക്ഷയ്ക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്തോ? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റിന്റെ പേര് വിവിധ സഭകളും എക്യുമിനിസവും അല്ലേ? അത് നമ്മൾ വിവിധ സഭകളെ പറ്റി കഴിഞ്ഞ 2 ചാപ്റ്ററിൽ പഠിച്ചു. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ എക്യുമിനിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എക്യുമിനിസം എന്ന് പറഞ്ഞാൽ എന്താന്ന്? എക്യുമിനിക്കൽ പ്രസ്ഥാനം. എന്തോ എക്യുമിനിക്കൽ പ്രസ്ഥാനങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ എക്യുമിനിക്കൽ കരോളൊക്കെ അല്ലേ, ക്രിസ്മസ് വരുമ്പം എക്യുമിനിക്കൽ കരോളൊക്കെ നടത്തുന്നത്. ആദ്യമായിട്ട് നമുക്ക് എക്യുമിനിക്കൽ എന്ന പദസൂചന നോക്കാം കേട്ടോ. അതായത് ഒയ്ക്കുമെനെ എന്ന ഗ്രീക്ക് മൂലപദമാണ്. ഇതിന്റെ മീനിങ് അധിവസിക്കുന്നിടം കേട്ടോ. അധിവസിക്കുന്നിടത്തിന്റെ ഐക്യം എന്ന കൺസെപ്റ്റില് ഈ എക്യുമിനിക്കൽ എന്ന വേർഡ് പണ്ട് തൊട്ടേ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്ന സമൂഹത്തിന്റെ സമഗ്ര വികസനത്തിനും അതുപോലെ ഐക്യത്തിനും ഒക്കെ ആയിട്ട് ഈ എക്യുമിനിക്കൽ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക കാലത്ത് അല്ലെങ്കിൽ പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് ക്രൈസ്തവ മതത്തിന്റെ ഐക്യത്തിനും അതുപോലെ തന്നെ അതിന്റെ സമഗ്ര വികസനത്തിനും ഒക്കെ ആയിട്ട് ഈ എക്യുമിനിക്കൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി കേട്ടോ. അപ്പം നമ്മുടെ ഈ പാഠത്തില് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, വിശ്വാസപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ വരുമ്പം സഭകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, വിഭജനങ്ങളൊക്കെ നടന്നു നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം ഈ വിഭജിച്ച് നിൽക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങള് ഈ എന്താ പറയുക, വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഐക്യത്തോടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരുമനപ്പെട്ട സമഗ്ര വികസനത്തിന് വേണ്ടി ഐക്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ എക്യുമിനിക്കൽ പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കാം കേട്ടോ. അതായത് ഈ എക്യുമിനിക്കൽ പ്രസ്ഥാനത്തിന്റെ പരിശ്രമങ്ങളെല്ലാം അതിന്റെ ഉത്ഭവം ഒക്കെ തുടങ്ങിയത് പാശ്ചാത്യ ലോകത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ പാശ്ചാത്യരാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലാണ് ഈ എക്യുമിനിക്കൽ പ്രസ്ഥാനങ്ങൾ ഉത്ഭവിച്ചത്. അതായത് സഭാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ബൈബിൾ പഠനം, അതുപോലെ തന്നെ മിഷണറി പ്രവർത്തനം, അതുപോലെ തന്നെ ബൈബിൾ പ്രചാരണം, അതുപോലെ സേവനങ്ങള് ഇതിനൊക്കെ ആയിട്ട് ഈ മിഷണറി പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ 4 തരം പ്രസ്ഥാനങ്ങളാണ്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി യുവജനങ്ങളുടെ ആത്മീയ പുരോഗതി ഉന്നം വെച്ച് സംഘടനകള്, അതുപോലെ തന്നെ മിഷണറി പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ മിഷണറി പ്രസ്ഥാനങ്ങള്. മൂന്നാമത്തത് ലൈഫ് ആൻഡ് വർക്ക്, അതായത് ജീവിതവും പ്രവർത്തനങ്ങളും എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സേവന സംഘടന. വിശ്വാസവും സഭാക്രമവും ആൻഡ് ഫെയ്ത്ത് ആൻഡ് ഓർഡർ എന്ന വിശ്വാസ ഐക്യ പഠന പ്രസ്ഥാനം കേട്ടോ. വിദ്യാർത്ഥി യുവജന ആത്മീയ പുരോഗതി ഉന്നം വെച്ച സംഘടനകള്. അതായത് നമുക്ക് 19-ാം നൂറ്റാണ്ടില് ഈ പ്രോട്ടസ്റ്റന്റ് സഭയിലെ വിദ്യാർത്ഥി യുവജന പുരോഗതി ഉന്നം വെച്ച നിരവധി സംഘടനകളും അതുപോലെ തന്നെ നിരവധി പ്രസ്ഥാനങ്ങളും ഉടലെടുത്തു. എക്സാമ്പിൾ പറയുകയാണ്, 1844 YMCA. നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോ YMCA, യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ. 1854 YWCA എന്ന് പറയുമ്പോൾ എന്തുവാ,
യങ് വിമൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് വോളണ്ടിയർ മൂവ്മെന്റ്, അതായത് SVM. നമ്മൾ ഈ പറഞ്ഞ സംഘടനകളുടെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് സഭാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് പഠനവും അതുപോലെ അന്തർദേശീയ കോൺഫറൻസുകളും ഒക്കെ സംഘടിപ്പിക്കുകയായിരുന്നു. ഈ അന്തർദേശീയ കോൺഫറൻസുകളിൽ കൂടിയും പഠനങ്ങളിൽ കൂടിയും ഒക്കെ നേതൃത്വ പാഠവും അതുപോലെ മുൻപോട്ട് വരുവാനുള്ള യുവജനങ്ങളുടെ ഒരു സാഹചര്യങ്ങളും ഒക്കെ സഭയുടെ ഐക്യത്തിന് കാരണമായി. നെക്സ്റ്റ്, മിഷണറി പ്രസ്ഥാനം. ഈ ആത്മീയ ഉണർവ് പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഈ യുവജന കൂട്ടായ്മകളും ഒക്കെ പ്രചോദനം നൽകിയ ഒരു വലിയ പ്രസ്ഥാനമാണ് ഈ മിഷണറി പ്രസ്ഥാനം. പ്രധാനമായിട്ട് ഈ മിഷണറി പ്രസ്ഥാനം രൂപവൽക്കരിച്ചത് ഈ സഭാ വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനായിട്ട് സൗകര്യമൊരുക്കിക്കൊണ്ട് നിരവധി സൊസൈറ്റികളൊക്കെ രൂപപ്പെടുത്തി. അതായത് 1792 ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി, അതുപോലെ 1795 ബ്രിട്ടീഷ് മിഷണറി സൊസൈറ്റി, അങ്ങനെ നിരവധി സൊസൈറ്റികൾ രൂപവൽക്കരിക്കപ്പെട്ടു. ഈ സൊസൈറ്റികളോട് ചേർന്ന് അതായത് ബൈബിൾ പഠനം അതുപോലെ ബൈബിൾ പ്രചരണം ഒക്കെ നടത്തി. അങ്ങനെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ഗുണമായിട്ട് 1804 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി സ്ഥാപിതമായി. അതുപോലെ തന്നെ ഈ മിഷണറി പ്രവർത്തകരുടെ ദേശീയവും അന്തർദേശീയവുമായ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യത്തിന്റെ ആവശ്യകതയെ ഊന്നി പറയുന്നവയായിരുന്നു. അതിനൊരു എക്സാമ്പിളാണ് 1910 എഡിൻബറോയിൽ കൂടിയ അന്തർദേശീയ മിഷണറി കോൺഫറൻസ്. അടുത്ത പ്രസ്ഥാനമാണ് ജീവിതവും പ്രവർത്തനവും, ലൈഫ് ആൻഡ് വർക്ക്. നമുക്കറിയാം, ഈ യുദ്ധങ്ങളൊക്കെ നടന്നാല് ഈ രണ്ടു കൂട്ടർക്കും നഷ്ടങ്ങൾ, ജയിക്കുന്നവർക്കും തോക്കുന്നവർക്കും, അല്ലേ? അപ്പൊ നമ്മുടെ 1-ാം ലോകമഹായുദ്ധവും അതുപോലെ 2-ാം ലോകമഹായുദ്ധവും വരുത്തിയ ദുരന്തങ്ങളുടെ നിവാരണത്തിനായിട്ട് ക്രിസ്തീയ സഭ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് ഈ ലൈഫ് ആൻഡ് വർക്ക്, ജീവിതവും പ്രവർത്തനവും. 1914 തൊട്ട് ഇത് നിലവിൽ വന്നു. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1914 മുതൽ നടത്തിയ സമ്മേളനങ്ങള് ഈ ഒരു ക്രിസ്തീയ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരു സംഘടനയുടെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞു. അതായത് 1937 ഓക്സ്ഫോർഡിൽ നടന്ന ഈ ജീവിതവും പ്രവർത്തനങ്ങളും എന്ന സംഘടനയുടെ തീരുമാനമാണ് WCC അല്ലെങ്കിൽ ക്രിസ്തീയ സഭയ്ക്ക് ഒരു പൊതുവേദി ഉണ്ടാകണമെന്നുള്ള നിശ്ചയം ഉണ്ടായത്. വിശ്വാസവും സഭാക്രമവും, ഫെയ്ത്ത് ആൻഡ് ഓർഡർ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, വിശ്വാസ കാര്യങ്ങളില് പ്രാദേശിക സഭകൾ തമ്മിൽ ഐക്യം വരാതെയാ സഭകള് വിഭജിച്ചതെന്ന്. എന്നാൽ ഈ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, വിശ്വാസ കാര്യങ്ങളാണ് വിഭജനത്തിനിടയാക്കിയ, അതുകൊണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യണ്ട എന്ന് വിചാരിക്കാതെ തുറന്ന മനസ്സോടെ നമുക്ക് ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്താല് സഭ ഐക്യം നടക്കും എന്നൊരു കൺസെപ്റ്റില് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഇത്, വിശ്വാസവും സഭാക്രമവും. 1927 തൊട്ട് ഇത് നിലവിൽ വന്നു. അതുപോലെ തന്നെ 1948 ഈ WCC സംഘടന നിലവിൽ വന്നതോടെ ഈ ജീവിതവും പ്രവർത്തനവും എന്ന സംഘടന വേണ്ടെന്ന് വെക്കാമെന്ന് തീരുമാനിച്ചു. എങ്കിൽ പോലും ഇന്നും നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് ഇത്, വിശ്വാസവും സഭാക്രമവും. അതായത് ഒരു സ്വതന്ത്ര കമ്മീഷനായിട്ട് ഇത് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഈ കത്തോലിക്ക സഭ ഉൾപ്പെടെ വിവിധ മതങ്ങളും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ്, അഖില ലോക സഭാ കൗൺസിൽ, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, WCC. എന്തുവാ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ WCC എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളിപ്പോ പഠിച്ചു 1937 ജീവിതവും പ്രവർത്തനങ്ങളും, അല്ലേ? ലൈഫ് ആൻഡ് വർക്ക് എന്ന സംഘടനയാണ് ഇങ്ങനെ ഒരു വേൾഡ് കൗൺസിലിനെ കുറിച്ച്
ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചതെന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞ 1920 ഇങ്ങനെ ക്രിസ്ത്യൻ സഭയ്ക്ക് മൊത്തമായിട്ട് ആഗോള ക്രിസ്ത്യൻസിന് ക്രൈസ്തവ സഭയ്ക്ക് ഒരു സംഘടന ഉണ്ടാകണമെന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒരു ഓർത്തഡോക്സ് സഭാധ്യക്ഷനാണ്, അതായത് എക്യൂമിനിക്കൽ പാത്രിക്കീസ്. നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാം ഏത് കൗൺസിലാണ് ഈ WCCയുടെ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള തീരുമാനം എടുത്ത കൗൺസിൽ ഏതാന്നൊക്കെ ചോദിക്കാം. ഒന്നാമത് ഈ വർഷം ഈ കൊറോണയൊക്കെ കൊണ്ട് നമുക്ക് എങ്ങനെയാ പരീക്ഷ കംപ്ലീറ്റ് MCQ ആയല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാ. അപ്പൊ നിങ്ങൾ ഈ വർഷങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഈ WCC എവിടെയാ WCC തുടങ്ങി? 1948 നെതർലൻഡിലെ ആംസ്റ്റർഡാമിലാണ് സ്ഥാപിക്കപ്പെടുന്നത് കേട്ടോ. മിക്ക പ്രോട്ടസ്റ്റന്റ് സഭകളും അതുപോലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഉൾപ്പെടെയുള്ള മിക്ക ഓർത്തഡോക്സ് സഭകളും ഈ WCCയുടെ സ്ഥാപക അംഗങ്ങളാണ് കേട്ടോ. 600 ജനീവയിലാണ് ഈ കൗൺസിലിന്റെ ആസ്ഥാനവും സെക്രട്ടേറിയറ്റും. സഭകളുടെ ഐക്യത്തിനും അതുപോലെ പൊതുവായ സാക്ഷ്യത്തിനും ഉതകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും കർമ്മപരിപാടികൾ നടത്തുകയും എന്നതാണ് ഈ കൗൺസിലിന്റെ ഉദ്ദേശ്യം. അംഗങ്ങളുടെ മേൽ യാതൊരു തീരുമാനവും അടിച്ചേൽപ്പിക്കുവാൻ ഈ കൗൺസിലിന് അധികാരമില്ല. ശരിക്കും പറഞ്ഞ റോമൻ കത്തോലിക്ക സഭയൊന്നും ഈ കൗൺസിലിൽ അംഗങ്ങളല്ല. എങ്കിൽ പോലും അതിന്റെ ജോയിന്റ് വർക്കിംഗ് കമ്മിറ്റി വിശ്വാസവും സഭാക്രമവും എന്ന കമ്മീഷനിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് 6 തൊട്ട് 8 വർഷം വരെയുള്ള ഇടവേളകളിൽ, അതായത് മാക്സിമം 8 വർഷത്തിനുള്ളിൽ ഈ കൗൺസില് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ WCCയുടെ സമ്മേളനം നടക്കും. ആഗോള അസംബ്ലികള് ഈ കൗൺസിലിന്റെ ഒരു വലിയ പ്രവർത്തനവും അതുപോലെ തന്നെ വലിയൊരു ആഘോഷവുമായിട്ട് തന്നെ നടത്തപ്പെടുന്നു. അടുത്തത് ഗ്ലോബൽ ക്രിസ്ത്യൻ ഫോറം GCF. 2007 കെനിയയിൽ ആരംഭിച്ച ഈ സംഘടന WCCയെക്കാളും വിശാലവും സ്വതന്ത്രവുമാണ്. അതായത് ശരിക്കും പറഞ്ഞാല് അംഗത്വപരമായും പ്രവർത്തനപരമായും സഭാ കൗൺസിലിനേക്കാൾ സ്വതന്ത്രമായ ഒരു വേദിയാണ് ഈ ഗ്ലോബൽ ക്രിസ്ത്യൻ കൗൺസിലിന് ഉള്ളത്. ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ, അതായത് പ്രോട്ടസ്റ്റന്റ് കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ നിരവധി പ്രോട്ടസ്റ്റന്റ് ഉണർവ് പ്രസ്ഥാനങ്ങൾ ഇതില് അംഗങ്ങളാണ്. WCCയുടെ അല്ലെങ്കിൽ അഖില ലോക സഭാ കൗൺസിലിന്റെ ആലോചനയിലും അറിവിലുമാണ് ഗ്ലോബൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിന്റെ മെറിറ്റ് അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അതുപോലെ ഡിഫക്ട്സും നോക്കാം എന്താണെന്ന് കേട്ടോ. ആദ്യമായിട്ട് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദേശീയ അന്തർദേശീയ തലങ്ങളില് ക്രിസ്തീയ സാക്ഷ്യത്തിനും അതുപോലെ സഹകരണത്തിനും വേദികൾ ഒരുക്കാൻ ഈ എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിന് സാധിച്ചു. രണ്ടാമത് വ്യക്തമായ സഭാ ഐക്യ നടപടികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിച്ചു. അതായത് 1947 CSI എന്ന് പറയുമ്പം എന്തുവാ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അതുപോലെ 1917 CNI ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, ഇവയൊക്കെ രൂപീകരിക്കാൻ സാധ്യമായി. മൂന്നാമതായിട്ട് ഈ സഭകൾ തമ്മിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ നീക്കുവാനോ അല്ലെങ്കിൽ അത് ലഘൂകരിക്കാനോ ഒക്കെ ഇടയായി. അതുപോലെ തന്നെ ഈ മതങ്ങൾ തമ്മിലും പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലും പൊതു നന്മയെ ലക്ഷ്യം വെച്ച് സംവാദങ്ങളും അതുപോലെ തന്നെ സഹകരണത്തിനായിട്ടുള്ള വേദികളും ഒക്കെ സജ്ജീകരിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വിശ്വാസപരമായും വൈജ്ഞാനികപരമായും ഐക്യത്തോടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ, അതായത് വിശ്വാസവും സഭാക്രമവും എന്ന് പറയുന്ന സംഘടന പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ സാധ്യമായി. വേദശാസ്ത്ര പഠന മേഖലയിലും അതുപോലെ തന്നെ ഈ അജപാലന മേഖലയിലും, അജപാലനം ജനങ്ങളെ നയിക്കുന്നത് കേട്ടോ, ഈ അജപാലന മേഖലയിലും ഒക്കെ സംയുക്ത സംരംഭങ്ങള് രൂപീകരിക്കാൻ സാധ്യമായി. അതായത് ഉദാഹരണം, ഈ കേരളത്തില്
മാർത്തോമ, ഓർത്തഡോക്സ്, CSI സഭകളുടെ ഒരു സംയുക്ത ഫാക്കൽറ്റി രൂപീകൃതമായി. അതായത് ഫെഡറേറ്റഡ് ഫാക്കൽറ്റി ഫോർ റിസർച്ച് ഇൻ റിലീജിയൻ ആൻഡ് കൾച്ചർ, അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുവാൻ സാധിച്ചു. ഇപ്പൊ എത്ര പോയിന്റ് പഠിച്ചു? നമ്മൾ 6 പഠിച്ചു. അടുത്തത് 7ാമത്തെ കേട്ടോ. 7ാമത്തേന്ന് പറയുന്ന സഭാംഗങ്ങൾക്കിടയില് സഭ ഐക്യം ഉണർത്തുന്ന പ്രാർത്ഥനാ അവസരങ്ങളൊക്കെ ഉണ്ടാക്കി. അതായത് നമ്മൾ പറഞ്ഞാല് റോമൻ കത്തോലിക്ക സഭയും WCC ഒക്കെ ചേർന്ന് പ്രാർത്ഥനാ വേദിക അവസരങ്ങൾ, സംയുക്ത പ്രാർത്ഥനാ അവസരങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഈ YMCA എക്യുമെനിക്കൽ കരോൾ എന്നൊക്കെ, അതുപോലെ YMCA, YWCA എന്നിവയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥന അവസരങ്ങൾക്ക് ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ കൊണ്ട് സാധ്യമായി. അവസാനത്തെ പോയിന്റ് കേട്ടോ, നേട്ടങ്ങളിൽ ഏറ്റവും അവസാനത്തത് ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനം കൊണ്ട് മാനവ ഐക്യത്തിനും അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സമഗ്രതയ്ക്കും വേണ്ടിയുള്ള ആഗോള സംരംഭങ്ങൾക്കൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കുവാനോ ഇടയായി. അതായത് ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമായി. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ദോഷവശങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. പ്രധാനപ്പെട്ടതായിട്ട് ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ ദോഷവശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സഹകരണ മേഖലകളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിച്ചു എങ്കിലും സഭ ഐക്യത്തിന് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ സഹകരണ അല്ലെങ്കിൽ എക്യുമെനിക്കലിന്റെ മറവില് അജമോഷണം, എന്തുവാ നിങ്ങൾ ഈ അജമോഷണം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്? അതായത് ഒരു സഭയിൽ നിന്ന് മറ്റു സഭയിലേക്ക് അംഗങ്ങളെ കൊണ്ടുപോകാനായിട്ട് അല്ലേ? അതായത് നമ്മുടെ ഐക്യത്തോടെയും സഭകളുടെ മൊത്തമായിട്ടുള്ള വികസനത്തിനുമാണ് എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരവരുടെ സഭയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുക എന്നൊരു പ്രവണത കണ്ടുവരുന്നു. അതാണ് അതുപോലെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ്. അതുപോലെ തന്നെ ഈ സഭയുടെ വിശ്വാസ ധാർമ്മിക കാര്യങ്ങൾ വെറും ഒരു ലാഘവത്തോടെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നതുമാണ് പ്രധാനമായിട്ടും ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ ദോഷവശങ്ങൾ. അപ്പൊ നമ്മൾ എന്തുവാ മനസ്സിലാക്കിയത്? എക്യുമെനിക്കൽ പ്രസ്ഥാനം ശരിക്കും നമ്മൾ പറയുമ്പോൾ അതിന്റെ ഗുണവശങ്ങളാണ് കൂടുതൽ അല്ലേ? അപ്പൊ അതിന്റെ നന്മകൾ മനസ്സിലാക്കി അതിലൊക്കെ സജീവമായിട്ട് ഓർത്തഡോക്സ് സഭ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഞാൻ നേരത്തെ എന്നും പറയുന്നത് പോലെ നമുക്കിത് ഒറ്റ വായിക്കയ്ക്ക് മനസ്സിലാകത്തില്ല. നന്നായിട്ട് 1-2 പ്രാവശ്യം വായിക്കണം. എല്ലാ ക്വസ്റ്റ്യനും ടീച്ചേഴ്സിന് ആൻസർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമിന് നിങ്ങൾ ഭംഗിയായിട്ട് ഈ പഠിപ്പിച്ചതൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, ബൈ.